സ്വൈപ്പ് റൈറ്റ്, മാച്ച്, ചാറ്റ്, ഗോസ്റ്റിംഗ്, സിറ്റുവേഷൻഷിപ്പ് ഇതാണ് ഇന്നത്തെ പ്രണയത്തിൻ്റെ പുതിയ നിഘണ്ടു. എന്നാൽ ഡേറ്റിംഗ് ആപ്പുകളുടെ കാലത്ത് വളർന്ന ഇന്ത്യയിലെ ജെൻസി യുവതലമുറ ഇപ്പോൾ വീണ്ടും അറേഞ്ച്ഡ് മാരേജിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക മാറ്റമാണോ, അതോ ആധുനിക പ്രണയത്തിൻ്റെ മടുപ്പിൽ നിന്നുള്ള ഒരു പുതിയ തിരഞ്ഞെടുപ്പാണോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഒരു കാലത്ത് അറേഞ്ച്ഡ് മാരേജ് എന്നത് മാതാപിതാക്കളുടെ തീരുമാനമായിരുന്നു. പ്രണയവിവാഹം യുവാക്കളുടെ തിരഞ്ഞെടുപ്പും. എന്നാൽ ഇന്ന് ചിത്രം മാറുകയാണ്. ഡേറ്റിംഗ് ആപ്പുകളിൽ വർഷങ്ങളോളം പങ്കാളിയെ തേടിയ നിരവധി യുവാക്കൾ ഇപ്പോൾ സ്വമേധയാ മാട്രിമോണിയൽ സൈറ്റുകളിലേക്കും മാരേജ് ബ്യൂറോകളിലേക്കും തിരിയുകയാണ്. പലരും മാതാപിതാക്കളോടൊപ്പം തന്നെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുന്നു. ഈ മാറ്റത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. ഒന്ന്, ഡേറ്റിംഗ് ഫെറ്റീഗ്. അനന്തമായ സ്വൈപ്പുകൾ, നൂറുകണക്കിന് പ്രൊഫൈലുകൾ, പക്ഷേ യഥാർത്ഥ ബന്ധങ്ങൾ വളരെ കുറവ്. നിരന്തരമായ തിരച്ചിൽ പല യുവാക്കളെയും മാനസികമായി തളർത്തുന്നു. രണ്ട്, ഗോസ്റ്റിംഗ്. മാസങ്ങളോളം സംസാരിച്ച ശേഷം ഒരറിയിപ്പുമില്ലാതെ ബന്ധം അവസാനിപ്പിക്കുന്നതാണ്. ഇത് ഇന്നത്തെ ഡേറ്റിംഗ് സംസ്കാരത്തിലെ ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്നാണ്. മൂന്ന്, കമ്മിറ്റ്മെന്റ് ഫിയർ. ഗൗരവമുള്ള ബന്ധത്തിലേക്ക് കടക്കാൻ പലരും മടിക്കുന്നു. അതുകൊണ്ട് ദീർഘകാല ബന്ധം ആഗ്രഹിക്കുന്നവർക്ക് ഡേറ്റിംഗ് ആപ്പുകൾ വിശ്വാസം നൽകുന്നില്ല. ഇന്നത്തെ അറേഞ്ച്ഡ് മാരേജ് പഴയതുപോലെയല്ല. മുമ്പ് പ്രധാനമായും നോക്കിയിരുന്നത് കുടുംബം, ജാതി, മതം, ജാതകം, സാമ്പത്തിക സ്ഥിതി, അങ്ങനെ പലതുമാണ്. എന്നാൽ ഇപ്പോൾ അതിനൊപ്പം യുവാക്കൾ ചോദിക്കുന്നത് ജീവിതശൈലിയുമായി പൊരുത്തപ്പെടുന്നു. കരിയർ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മാനസിക പക്വതയുണ്ടോ? വ്യക്തിത്വം എങ്ങനെയാണ്? ഭക്ഷണ രീതി, ആരോഗ്യസ്ഥിതി, ഹോബികൾ എന്തൊക്കെയാണ്? അതായത് ഇന്നത്തെ അറേഞ്ച്ഡ് മാരേജ് ഒരു കോമ്പാറ്റബിലിറ്റി സെർച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂനെയിലെ 82-കാരിയായ നന്ദിനി ഡാംഗെ 4 പതിറ്റാണ്ടുകളിലേറെയായി മാരേജ് ബ്യൂറോ നടത്തുകയാണ്. അവരുടെ അനുഭവമനുസരിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ മാത്രം 20കളുടെ പ്രായമുള്ള 150-ലധികം യുവദമ്പതികൾ അവരുടെ ബ്യൂറോകളിലൂടെ വിവാഹിതരായി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇപ്പോൾ മാതാപിതാക്കളല്ല, പകരം യുവാക്കളാണ് സ്വയം തങ്ങളുടെ വിവാഹ ആവശ്യവുമായി ബ്യൂറോയിലെത്തുന്നത്. ഏത് പങ്കാളിയെ വേണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നതെന്നും സാരം. അപ്പോൾ ഡേറ്റിംഗ് ആപ്പുകൾ പൂർണ്ണമായി പരാജയപ്പെട്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല. ഡേറ്റിംഗ് ആപ്പുകൾ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നു. പല വിജയകരമായ വിവാഹങ്ങളും അവയിലൂടെ ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ചില യുവാക്കൾ പറയുന്നത് ഡേറ്റിംഗ് ആപ്പുകളിൽ ആളുകൾ പലപ്പോഴും യഥാർത്ഥ വ്യക്തിത്വം കാണിക്കാറില്ല എന്നാണ്. പല പ്രൊഫൈലുകളും ചിത്രങ്ങളും യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കണമെന്നില്ല. അതുകൊണ്ട് കുടുംബങ്ങളുടെ ഇടപെടലുള്ള ബന്ധങ്ങൾ കൂടുതൽ സുരക്ഷിതമാണെന്ന് പലരും ഇപ്പോൾ കരുതുന്നു. ഇന്നത്തെ യുവാക്കൾക്ക് പ്രണയത്തോടുള്ള സമീപനം മാറിയിട്ടുണ്ട്. അവർക്കിപ്പോഴും സ്വന്തം പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ കുടുംബത്തിൻ്റെ അഭിപ്രായവും പിന്തുണയും ഉറപ്പാക്കാൻ അവർ തയ്യാറുമാണ്. അതായത് ഇത് പരമ്പരാഗത അറേഞ്ച്ഡ് മാരേജിലേക്കുള്ള തിരിച്ചുപോക്കല്ല, അതുപോലെ പഴയ രീതിയിലുള്ള പ്രണയവിവാഹവുമല്ല. ഇത് രണ്ടും സംയോജിപ്പിക്കുന്ന ഒരു പുതിയ രീതിയാണ്. ഈ പ്രവണതയെ എല്ലാവരും ഒരേ രീതിയിലല്ല കാണുന്നത്. ചില സാമൂഹ്യ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് ജാതി, മതം, സാമ്പത്തിക പശ്ചാത്തലം തുടങ്ങിയ പഴയ മാനദണ്ഡങ്ങൾ ഇപ്പോഴും പല വിവാഹങ്ങളിലും നിലനിൽക്കുന്നു എന്നാണ്. ഡിജിറ്റൽ ലോകത്തും പലരും ഈ ഫിൽറ്ററുകൾ തുടരുന്നു. അതിനാൽ വിവാഹ രീതിയുടെ രൂപം മാറിയാലും ചില സാമൂഹിക ഘടനകൾ നിലനിൽക്കുന്നുവെന്ന വിമർശനമുണ്ട്. കേരളത്തിലും സമാനമായ പ്രവണതകൾ കാണാൻ കഴിയുന്നുണ്ട്. മാട്രിമോണിയൽ വെബ്സൈറ്റുകളും പ്രൊഫഷണൽ മാച്ച് മേക്കിംഗ് സേവനങ്ങളും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു. ഒരേ സമയം യുവാക്കൾ വിവാഹത്തിന് മുമ്പ് നേരിട്ട് കണ്ടുമുട്ടി സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും കൂടുതൽ സമയം ചെലവഴിക്കും. അതിനാൽ ഇന്നത്തെ വിവാഹം കുടുംബം തീരുമാനിക്കുന്ന ബന്ധം എന്നതിൽ നിന്നും കുടുംബത്തിൻ്റെ പിന്തുണയോടെ യുവാക്കൾ തിരഞ്ഞെടുക്കുന്ന ബന്ധം എന്ന പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. ഡേറ്റിംഗ് ആപ്പുകൾ പ്രണയത്തെ കൂടുതൽ എളുപ്പമാക്കുമെന്നായിരുന്നു ഒരു കാലത്തെ പ്രതീക്ഷ. എന്നാൽ അനന്തമായ തിരഞ്ഞെടുപ്പുകളും അനിശ്ചിതത്വവും പല യുവാക്കളെയും മറ്റൊരു വഴിയിലേക്ക് നയിക്കുകയാണ്. അത് പഴയ അറേഞ്ച്ഡ് മാരേജിൻ്റെ തനിപ്പകർപ്പല്ല, മറിച്ച് ആധുനിക സ്വാതന്ത്ര്യവും കുടുംബത്തിൻ്റെ പിന്തുണയും ഒരുമിക്കുന്ന ന്യൂ ഏജ് അറേഞ്ച്ഡ് മാരേജ് എന്ന പുതിയ മാതൃകയാണ്. അതിനാൽ ചോദ്യമിനി ലവ് മാരേജോ അറേഞ്ച്ഡ് മാരേജോ എന്നതല്ല, മറിച്ച് സ്ഥിരതയും വിശ്വാസവും നൽകുന്ന ബന്ധം എങ്ങനെ കണ്ടെത്താം എന്നതാണ് ഇന്നത്തെ ജെൻസി തലമുറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നത്.